രക്ഷയുടെ പാതയിൽ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, ഓടി വന്നേ, ഓടി വന്നേ, ഓടി വന്നേ. ഇത് വേദപാഠം തുടങ്ങാൻ സമയമായി. എവിടെയാ എല്ലാരും? ഓടി 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 വാ. ഓക്കെ ഓക്കെ, പതുക്കെ 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 വന്നാ മതി കേട്ടോ. ഓടാൻ പറഞ്ഞതോട് ഓടി വീഴുവൊന്നും ചെയ്യരുത്. ഓക്കെ, സെറ്റായോ? ഏതോടെ പുസ്തകം എടുത്താ? റെഡിയാണോ? ഓക്കെ. രാവിലെ കുർബാന കൂടിയോ? കുർബാന കൂടിയായിരുന്നോ? എങ്ങനെയാ കൂടിയേ? പള്ളി പോയാ? പള്ളി പോകാൻ പറ്റിയില്ല അല്ലേ? സാരമില്ലെന്നേ, ഈശോയ്ക്ക് അറിയാലോ അല്ലേ? ഈശോയ്ക്ക് അറിയാല്ല. ഈശോ എല്ലാം നമുക്ക് അനുവദിച്ചു തന്നേക്കുന്നതാ. അപ്പൊ അത് പുറത്തൊന്നും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. സന്തോഷമായിട്ടിരുന്നു. ടിവിയിലൂടെ കൂടിയവരും പോയി കൂടിയവരും ഒക്കെ ഉണ്ടാവും. ഏതായാലും കൂടിയത് ഈശോയുടെ ദിവ്യ ബലിയിലല്ലേ അല്ലേ? അത് നമ്മള് ഏറ്റവും ഭക്തിയോടുകൂടി കൂടി. അതിനുശേഷം നമ്മളിപ്പോ വേദപാഠം പഠിക്കാൻ ഓടി വന്നേക്കുവാ അല്ലേ? സന്തോഷമാണോ വേദപാഠം പഠിക്കാന്? സ്കൂളിന്റെ തിരക്കിനിടയില് ഈ വേദപാഠത്തിന്റെ കാര്യം മറക്കരുത് കേട്ടോ. മറക്കോ? ഇല്ല ടീച്ചറെ, ഞങ്ങളും മറക്കില്ല. മറക്കില്ലല്ലോ? എനിക്കറിയാന്നേ, പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടാ അല്ലേ? കാരണം സ്കൂളിൽ ഇംഗ്ലീഷൊക്കെ കേട്ട് കേട്ട് മടുത്തു. ഇതാണെങ്കിൽ ഇച്ചിരി സമാധാനമായിട്ടൊന്ന് ഇരിക്കാലോ അല്ലെ? അല്ലെങ്കിൽ ടീച്ചർമാരിങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ തരുതരൂന്ന് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഇതിന് നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഇത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാഠപുസ്തകം അല്ല പഠിക്കേണ്ടത്. അതിലുപരിയായിട്ട് നമുക്ക് ഈശോയെയാണ് പഠിക്കേണ്ടത്. എന്താണ് പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പൊ എന്താണ്? ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടമെന്ന് വിശുദ്ധ ബൈബിള് പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തി, ദൈവത്തോട് സ്നേഹം ഉണ്ടാവുക. അപ്പൊ ജ്ഞാനം നമുക്ക് തരും. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം? പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ല. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, കെമിസ്ട്രി ഇല്ലല്ലേ നിങ്ങക്ക്? മാത്സ് വരെയുള്ളോ? EVS ഉണ്ടല്ലേ? സയൻസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ്? നല്ല ഏറ്റവും ശക്തമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റും. നമുക്കൊന്നും അറിയത്തില്ലാത്തതില്ല. അപ്പൊ എല്ലാരും ഒന്ന് നേരെ ഇരുന്നേ. വേദപാഠ പുസ്തകം ഇപ്പൊ തുറക്കണ്ട കേട്ടോ. ടീച്ചർ പറഞ്ഞിട്ട് തുറന്നാ മതി. എന്താ ചെയ്യണ്ടേ നമ്മള്? നമ്മളിപ്പോ കൈകൂപ്പി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പോവാ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോ എന്നാ ചെയ്യുന്നേ? പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ, ഹൃദയത്തിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ആവശ്യമുള്ളപ്പോ അതങ്ങനെ പുറത്തേക്ക് എടുക്കും. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണടച്ച് കൈകൂപ്പി നേരെ ഇരുന്നേ. നേരെ ഇരുന്നോ? ടീച്ചർ കൈകൂപ്പിയേ. ടീച്ചർ കണ്ണടച്ചേ. ആരും കണ്ണു തുറന്നു നോക്കില്ല. ടീച്ചർ പറഞ്ഞതുപോലെ ഈശോയുടെ മുഖം ഓർക്കുക. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോടാ പ്രാർത്ഥിക്കുന്നേ. കാരണം എന്നാന്നറിയാവോ? പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തെ തരുന്നത്. ജ്ഞാനം നമുക്ക് ആവശ്യത്തിനുള്ള അറിവ് തരും. അത് ദൈവത്തിനോടുള്ള സ്നേഹം തരും. ദൈവഭക്തി നമ്മളിൽ ഉണ്ടാകും. നല്ല ബുദ്ധി ഉണ്ടാകും. പരിശുദ്ധാത്മാവേ, നിന്നെ കൂടുതൽ അനുഭവിക്കുവാനുള്ള കൃപ ഈ കുഞ്ഞുമക്കൾക്ക് തരണേ. നിന്നോട് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. സോളമന് വിവേകം കൊടുത്തതുപോലെ ഇന്ന് വരെ ഈ ഭൂമിയിൽ ആർക്കും കൊടുക്കാത്ത ജ്ഞാനം പകർന്നു കൊടുത്തതുപോലെ ദൈവത്തെ അറിയാനുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. അതുവഴിയായി ഈശോയെയും ദൈവവുമാകുന്ന പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിക്കുവാനും സ്നേഹിക്കുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആർക്കെ പറഞ്ഞേ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷാണോ? സന്തോഷം അല്ലേ? കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ്. അപ്പൊ ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. നമ്മുടെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ വേണ്ടി
ആ ഒരു സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞ പറയോ ഒരു ത്രിത്വ സ്തുതിയൊക്കെ ചെല്ലണമെന്നും പറഞ്ഞായിരുന്നു. എത്ര പേര് ചെയ്തു? എന്നിട്ട് അതിന്റെ വോയിസ് ക്ലിപ്പ് എടുത്ത് ടീച്ചറിന് അയച്ചു കൊടുത്തായിരുന്നോ? കൊടുത്തായിരുന്നല്ലേ? ആ നല്ല കുട്ടികളാന്നേ, നല്ല സുന്ദരന്മാരും സുന്ദരികളല്ലേ അല്ലേ? അതെ. അപ്പൊ ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ബാക്കിയായിട്ട് നമ്മൾ വീണ്ടും പഠിക്കുകയാണ്. എത്ര ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു? 12 പേര്. അവരുടെ പേരൊക്കെ പഠിച്ചില്ലായിരുന്നോ? ആ പേരൊക്കെ പഠിച്ച് നിങ്ങൾ പാട്ടൊക്കെ പഠിച്ച് ആ ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തു എന്നാണ് ടീച്ചറിന്റെ ഒരു വിശ്വാസം. അങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ തുടർച്ചയായിട്ടാണ് പഠിക്കുന്നത്. ഈ 12 അപ്പസ്തോലന്മാരില് പത്രോസ് ആയിരുന്നു പ്രധാനി. നമ്മുടെ പ്രധാനി കത്തോലിക്കാ സഭയുടെ ഏറ്റവും പരമപ്രധാനമായ സ്ഥാനത്തിരിക്കുന്നത് ആരാ മക്കളെ? ആ മാർപ്പാപ്പ. നമ്മുടെ മാർപ്പാപ്പയുടെ പേരെന്നാ? കേട്ടില്ല. അത് തന്നെ, ഫ്രാൻസിസ് മാർപ്പാപ്പ. ആണോ? അതെ അതെ അതെ. ഇഷ്ടമാണോ ഫ്രാൻസിസ് മാർപ്പാപ്പെ? നല്ല വിശുദ്ധനായിട്ടുള്ള ഒരു പാപ്പയല്ലേ? എല്ലാവരെയും സ്നേഹിക്കുകയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് നന്മകളും സ്നേഹത്തിന്റെ പാഠങ്ങളും പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു വലിയ പിതാവാണ് നമ്മുടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ പാഠത്തില് പത്രോസ് ആണ്. പത്രോസ് ഈ 12 പേരെയും നയിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പല സ്ഥലങ്ങളിൽ പോയി രോഗികളെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി. പിന്നെ എന്താ ചെയ്തേ? ഒരു ദിവസം മരിച്ചവരെ ഉയർപ്പിക്കണം എന്ന് പറഞ്ഞു. അത് നോക്കിയിട്ട് പത്രോസ്ലീഹായ്ക്ക് പറ്റിയില്ല. ഇപ്പൊ എന്താ പറ്റിയേ? ഞാന് ഒരു ആള് വന്നിട്ട് പറഞ്ഞു, അതെ നിന്റെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു എന്റെ മോളെ ഒന്ന് സുഖപ്പെടുത്താന്. അവർക്ക് പറ്റിയില്ല, അവർക്ക് അതിന് കഴിഞ്ഞില്ല. അപ്പൊ പത്രോസിനോട് ചോദിച്ചു, എന്താ പത്രോസേ, ഇത്രയും നാൾ നീ എന്റെ കൂടെ നടന്നിട്ട് ഇതൊന്നും പഠിച്ചില്ലേ? അപ്പൊ പത്രോസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈശോയുടെ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഉണ്ടല്ലോ ചിലപ്പോ പേടിയാ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈശോ കടലിനും മീതെ കൂടെ നടന്ന് വെള്ളത്തിന് മുകളിൽ കൂടി പോയപ്പോ കർത്താവേ അത് നീയാണോ? അപ്പൊ കർത്താവ് പറഞ്ഞു ഞാനാ. അയ്യോ എന്നാ ഞാൻ വരട്ടെ. അപ്പൊ ഈശോ പറഞ്ഞു പോരണം. അപ്പൊ പത്രോസ് ചാടി വെള്ളത്തിൽ കൂടെ ഇറങ്ങി പടപടാന്ന് പറഞ്ഞോണ്ട് നടന്ന് ഈശോയുടെ അടുത്തെത്താറായപ്പോ എന്താ പറ്റിയെന്നറിയാവോ? വലിയൊരു കാറ്റുതി. വലിയ കാറ്റുതി. അപ്പൊ എന്നാ പറ്റിയേ? അയ്യോ പത്രോസ് പേടിച്ചു പോയി. അപ്പൊ എന്നാ ചെയ്തു? വെള്ളത്തിലേക്ക് താന്നു. അപ്പഴത്തേനും പറഞ്ഞു അയ്യോ കർത്താവെ പിടിച്ചോ ഞാനിതാ മുങ്ങി പോകുന്നതെന്ന് പറഞ്ഞു. കർത്താവ് പാവം. എന്തോരം ചെയ്താലും ഇവന്മാർക്കൊന്നും ഒരു വിശ്വാസമില്ല. എന്നെല്ലാം കണ്ടു, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വരെ കണ്ടത് ഇവന്മാര്, എന്നിട്ട് വിശ്വാസമില്ല. അപ്പൊ തമ്പുരാൻ എന്നെ ചെയ്തു? കയ്യെ പിടിച്ച് കയറ്റിയിരുത്തി. ഈശോ പറഞ്ഞു എന്നതാടാ നിനക്ക് ഇപ്പോഴും ഒരു അല്പവിശ്വാസിയാല്ലേ? അതെ കർത്താവേ, ഈ വലിയ കാറ്റ് വന്നപ്പം സത്യം പറഞ്ഞ എന്നെ ഞെട്ടിപ്പോയതാ. ഞെട്ടില് താന്നു പോയതാ. പത്രോസിയിട്ട് അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞു. ഓക്കെ ഈശോ അതല്ല. അപ്പൊ അങ്ങനെ ഭീരുവായിരുന്നു പത്രോസ്. പിന്നെയും ഉണ്ട് വളരെ കഷ്ടമായിട്ട് ഈശോയെ പിടിച്ചോണ്ട് പോയി, യൂതന്മാരെ പിടിച്ചോണ്ട് പോയി. പത്രോസ് ഏതായാലും ഇനി എന്നാ നടക്കണേന്നറിയാൻ പതുക്കെ പുറകെ പോയി. ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം പേടിച്ചോളിച്ചു. പത്രോസ് പതുക്കെ പുറകെ പോയി. അപ്പൊ യൂതന്മാരിങ്ങനെ ഈശോനിട്ട് അടിക്കോ കുത്തോ ചവിട്ടുവോ നുള്ളുവോ മാന്തോ ഒക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പൊ എന്നാ ചെയ്തു? ഭയങ്കര തണുപ്പായിരുന്നേ. അന്നൊന്ന് തീ കാഞ്ഞേക്കാൻ നിർത്തോണ്ട് തീ കായാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ചേട്ടൻ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഡാ നീ അവരിൽ ഒരാളല്ലേ? അയ്യോ എനിക്ക് അറിയത്തോലില്ല കേട്ടോ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചോദിക്കില്ല, എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പതേ അവിടെ നിങ്ങൾ വന്നതേ ഉള്ളൂ. ഓക്കെ. വീണ്ടും എന്നാ ചെയ്തു? കുറെ കഴിഞ്ഞപ്പോ വേറെ വ്യക്തി വന്നിട്ട് ചോദിച്ചു, ഇവൻ അവന്റെ കൂടെ തന്നെ ഉള്ളതാ, ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട്. ദേവേണ്ട ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. ഞാൻ ആ പുള്ളിക്കാരനെ അറിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുമായിട്ടൊന്നും എനിക്കൊരു കൂട്ടുമില്ല. അപ്പൊ 2 പ്രാവശ്യം തള്ളി പറഞ്ഞു. 3ാമത് വേറൊരാളും വന്ന് പറഞ്ഞു, തോട്ടത്തിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നല്ലോടാ നിന്നെ. അത് എന്നെ പോലെ ഇരിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും, ഞാനല്ല. ഞാൻ അവനെ അറിയുക പോലെ ഇല്ല, എനിക്ക് അവനെ അറിയത്തില്ല. അപ്പോ നമ്മുടെ ഈശോ തിരിഞ്ഞൊരു നോട്ടമുണ്ട്. പത്രോസേ, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോടാ നീ എന്നെ 3 പ്രാവശ്യം തള്ളിക്കളയുന്ന? അത് പെട്ടെന്ന് പത്രോസ്ലീഹ ഓർത്തു. എന്റെ കർത്താവേ,
പത്രോസ്ലീഹയ്ക്ക് ഭയങ്കര സങ്കടമായി. പത്രോസ്ലീഹ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് എന്നാ പറഞ്ഞു? ചങ്ക് പൊട്ടി അങ്ങോട്ട് കരയുവാ. ചങ്ക് പൊട്ടി കരഞ്ഞു. ചങ്ക് പൊട്ടി കരഞ്ഞിട്ട് എന്നാ ചെയ്തു? അവൻ കർത്താവിലേക്ക് നോക്കി. അങ്ങനെ അടിക്കടി അവര് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഈശോ മരിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഈ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു നിന്നിട്ട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കാൻ പോവുക. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും. എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും ദൈവം സൃഷ്ടിച്ചതാ. മനുഷ്യനോട് മാത്രമല്ല സുവിശേഷം പറയാൻ പറഞ്ഞത്, അല്ലേ? വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആ പക്ഷികളുടെ മൃഗങ്ങളുടെ ഒക്കെ സംസാരം മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരുന്നു, അല്ലേ? അപ്പൊ അവരോട് വരെ വിശുദ്ധൻ എന്ത് ചെയ്തു? സുവിശേഷം പ്രസംഗിച്ചു. കർത്താവാണ് ഏക രക്ഷകൻ, വേറൊരു രക്ഷകൻ ഇല്ല എന്ന് അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നവരോട് ശക്തമായിട്ട് പറയാന് എന്റെ കർത്താവാട്ടോ എന്റെ രക്ഷകൻ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഈ പേടി ചരണ്ടിരിക്കുന്ന ഈ സ്ലീഹന്മാരുടെ ഇടയിലേക്ക് കർത്താവ് വന്നിട്ട് പറഞ്ഞു, സമാധാനം നിങ്ങളോട് കൂടെ. സമാധാനമായിട്ടിരുന്നോട്ടോ മക്കളെ, നിങ്ങളെ അനാഥരാക്കിയിട്ടൊന്നും ഞാൻ പോകത്തില്ല. നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു സഹായികനെ തരും. അവൻ വന്നു കഴിയുമ്പോൾ, പത്രോസേ നിന്റെ ഈ പേടിയൊക്കെ മാറൂടാ, നീ ധൈര്യമായിട്ടിരുന്നോ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ശക്തിപ്പെടുത്തി, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അയച്ചു. നമ്മുടെ ഭാരതത്തിൽ വന്ന ഒരു ശിഷ്യനുണ്ട്. ആരത്? വിശുദ്ധ തോമസ് ലീഹ. അദ്ദേഹം എന്നാ ചെയ്ത്? എല്ലാവരെയും സുവിശേഷത്തിൽ വിശ്വസിക്കാനുള്ള ആഹ്വാനം കൊടുത്തു, സൗഖ്യം കൊടുത്തു. അങ്ങനെ മൈലാപ്പൂരിന്റെ അടുത്ത് വെച്ച് ചിന്നമലയിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്തു. അപ്പം ഇതെല്ലാം ഒന്ന് പഠിക്കണം കേട്ടോ. നമ്മുടെ സ്ലീഹന്മാരിൽ പ്രധാനി ആരായിരുന്നു? നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങള് പഠിക്കുക. ഓക്കെ. അപ്പം ഇന്ന് ഈ ആഴ്ചത്തെ നമ്മുടെ ഹോംവർക്കുകള് നിങ്ങളുടെ പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യന്റെ ആൻസറുകളൊക്കെ കണ്ടുപിടിക്കണം. ആരാണ് സ്ലീഹ? സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശിഷ്യന്മാരിൽ പ്രധാനി ആരായിരുന്നു? നമ്മുടെ സഭയുടെ തലവൻ ആരാ എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങളെല്ലാം ടീച്ചർമാർക്ക് കണ്ടുപിടിച്ച് അയച്ചു കൊടുക്കണം. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? പാഠത്തിന്റെ അവസാനം ഒരു പാട്ടുണ്ട്. ആ പാട്ടും കൂടെ പാടി പഠിച്ച് ആ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. സമ്മതമാണോ? ഓക്കെ. അപ്പം ഇതാണ് ഈ ആഴ്ചത്തെ ഹോംവർക്ക്. കുഞ്ഞുമക്കൾ എല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ മഹാമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്രയും വേഗം സ്കൂളൊക്കെ തുറന്ന് ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നത്തെ ദിവസം അവിടുന്ന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഈശോയുടെ കൂടെ ആയിരിക്കുവാനുള്ള കൃപ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാന്, അങ്ങയോട് എപ്പോഴും സംസാരിക്കുവാനുള്ള കൃപ ഞങ്ങളെ കുഞ്ഞുമക്കൾക്ക് എന്നും ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല മാലാഖമാരെ വിശുദ്ധരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.